നമസ്കാരം. ഇന്നത്തെ പത്രത്തിലൂടെ കലിക്കൊമ്പിൽ നമ്മൾ കാട്ടാന ആക്രമണം, സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 3 മരണം. വയനാട്ടിലും തിരുവനന്തപുരത്തുമായി പൊലിഞ്ഞത് 2 ജീവൻ കൂടി. ഇടുക്കി പെരുവന്താനത്ത് യുവതി കൊല്ലപ്പെട്ടത് തിങ്കൾ വൈകിട്ട്. മരണപ്പെട്ട സോഫിയുടെ ഖബറടക്കം നടത്തി. നമ്മുടെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട സോഫിയാണ്. വിവാദ പരാമർശവുമായി മന്ത്രി ശശീന്ദ്രൻ. കാട്ടിനുള്ളിലേക്ക് പോകുന്നത് എന്തു തരത്തിലെന്ന് അറിയാമല്ലോ. അപ്പോൾ വയനാട്ടിൽ കാട്ടാനെ കൊലപ്പെടുത്തിയ മാനുവിനെ കുറിച്ച് നിയമസഭയിൽ വിവാദ പരാമർശം നടത്തിയാണ് മന്ത്രി AK ശശീന്ദ്രൻ മാന്യനായി മാറിയത്. അപ്പോൾ മാനുവിനെ ആന കൊന്നെന്ന് TV ഇബ്രാഹിമാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തത്. അപ്പോൾ അതിനെതിരെയാണ് പറഞ്ഞേക്കുന്നത് കാട്ടിനുള്ളിലേക്ക് പോകുന്നത് എന്തിനാണെന്ന്. അപ്പോൾ കാട്ടിലെ കള്ളത്തടി വെട്ടുകാരെയും കഞ്ചാവ് കടത്തുകാരെയൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരെ തന്നെ പോയി അവിടുന്ന് അടിച്ചിറക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരുന്നത് തന്നെ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ സാധാരണക്കാരുടെ നെഞ്ചത്തേക്കാണ് ശശീന്ദ്രൻ സാറ് കയറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് ആശ്രിതർക്ക് ഗവൺമെൻറ് ജോലി പരിഗണനയിൽ, ഈ പരിഗണിക്കുന്നല്ലാതെ കൊടുക്കുന്ന കാര്യം എന്താ പറയത്തെ, പരിഗണനയിൽ കാണാതായ ആൾ കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച നിലയിൽ. അതുപോലെ തന്നെ ഗോത്ര യുവാവിൻ്റെ മരണം അറിഞ്ഞത് പിറ്റേന്ന് ബത്തേരിയിലാണ്. അപ്പോൾ ആ ഒരു വാർത്തകളാണ് നമ്മുടെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ കിടക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് പാതി വില തട്ടിപ്പ് കേസ് ED വരും. അനന്തു കൃഷ്ണന് ജാമ്യമില്ല. ഇന്നലെ വരെ അനന്തുവിനെതിരെ 480 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഒരു ന്യൂസായിട്ട് വിപണിയിൽ തകർച്ച. അപ്പോൾ പാതി വില പരക്കെ വലയാണ്, പരക്കെ വല വിരിച്ചിട്ടുണ്ടെന്നാണ് വാർത്തയിൽ പത്രങ്ങൾ പറയുന്നത്. താഴെയായിട്ട് സ്വകാര്യ സർവകലാശാലയിലെ 40% സംവരണം ബാധകമാവുക നിലവിലെ സംവരണ മാനദണ്ഡം. സംസ്ഥാനത്ത് പുതുതായി തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾ കേരളീയരായ വിദ്യാർത്ഥികൾക്കുള്ള 40% സംവരണം നടപ്പാക്കുക. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിലവിലുള്ള സംവരണ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകൾ നിലവിലുള്ള പ്രവേശനം ഇങ്ങനെയാണ്. ഓപ്പൺ മെറിറ്റ് 50%, OBC 20%, പട്ടികജാതി 15%, പട്ടികവർഗം 5%, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ 10%. സ്വകാര്യ സർവകലാശാലകളിലെ 60% സീറ്റിലേക്ക് മലയാളികളടക്കം ആർക്കും അപേക്ഷിക്കാം. ബാക്കിയുള്ള 40%-ൽ പകുതി സീറ്റുകൾ 20% മലയാളികൾക്കുള്ള ഓപ്പൺ മെറിറ്റ് സീറ്റുകളായി നീക്കിവയ്ക്കും. പട്ടിക വിഭാഗങ്ങൾ, OBC, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്കാണ് 20% വയ്ക്കുക. ഈ വിഭാഗങ്ങൾക്ക് സർവകലാശാലകൾ നിലവിൽ ലഭിക്കുന്ന സംവരണത്തിന് ആനുപാതികമായിട്ടായിരിക്കും വീതം വയ്പ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള നീക്കിവച്ചിരിക്കുന്ന 40% സീറ്റുകൾ സർവകലാശാലകളിലെ സംവരണ ചട്ടം ബാധകമാകുമെങ്കിലും ബാക്കിയുള്ള 60% സീറ്റുകൾ ഇത് ബാധകമാകില്ല. അപ്പോൾ പേജ് 9 ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിന് സാധ്യത. ഹയർ സെക്കൻഡറി വെള്ളിയാഴ്ചത്തെ പരീക്ഷകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നിയമസഭയിൽ ഉന്നയിച്ചപ്പോഴാണ് ആ സബ്മിഷന് മറുപടി ആയിട്ടാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ചകൾ പരീക്ഷയുണ്ടെങ്കിൽ മുസ്ലിം കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ളതിൻ്റെ ആണ്. അപ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുമെന്ന് പറയുകയാണ്. പിന്നെ JEE മെയിൻ ആദ്യ സെഷൻ കേരളത്തിൽ 1ാമത് അക്ഷയനാണ്. ദേശീയ തലത്തിൽ 14 പേരാണ് ദേശീയ തലത്തിൽ 1ാം റാങ്കിന് അർഹരായത്. കേരളത്തിൽ നിന്ന് കോഴിക്കോട് കാക്കൂർ സ്വദേശി BN അക്ഷയ് ബിജു ആണ് ഈ 1ാമതായി കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് പേജ് മുഴുവൻ പരസ്യമാണ്. സെക്കൻഡ് പേജ് വന്നപ്പോൾ ഞാൻ 3rd പേജാണ് വായിച്ചത്. പ്രാദേശികം സവാരിക്കാർക്ക് ഇഷ്ടം ആഴാങ്കൽ നടപ്പാത. അതൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ തിരുവനന്തപുരംകാർക്കാണെങ്കിൽ നദീ സൗന്ദര്യം ആസ്വദിച്ച് നടക്കാം. ഉച്ചയ്ക്ക് പാട്ട് കേട്ട് വിശ്രമിക്കാം. നട്ടുച്ചയ്ക്കും തണൽ നൽകുന്ന മരങ്ങളുള്ള കരമനയാറിൻ്റെ തീരത്തെ ആഴാങ്കൽ നടപ്പാത സായാഹ്ന സവാരിക്കാർക്കുള്ള ഇഷ്ട കേന്ദ്രമായി മാറുകയാണ്. സൈക്കിൾ പാത്തും ആംഫി തിയേറ്ററും ബോട്ട് ലാൻഡിംഗ് സെൻറ്ററുമൊക്കെ ആഴാങ്കൽ നടപ്പാതയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അതുകൊള്ളാം. രാജഗോപാൽ MLA ആയിരിക്കെ 7.36 ലക്ഷം രൂപ മുടക്കി സംസ്ഥാന പാതയോട് ചേർന്ന് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് 2 കിലോമീറ്ററോളം നീളത്തിലാണ് നടപ്പാത നിർമ്മിക്കുന്നത്. അതുകൊള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കരമനയാറിൻ്റെ തീരത്തെ ആഴാങ്കൽ നടപ്പാതയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഭക്തന്മാർക്കുള്ളതാണ്. തൈപ്പൂയം ഭക്തി നിർഭരം കാവടി ഘോഷയാത്ര. നഗരത്തിലെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ തൈപ്പൂയ കാവടി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയുടെ കാര്യങ്ങളാണ് പറയുന്നത്. തിരുവല്ല യുവാവിന് സുഹൃത്തുക്കളിൽ നിന്ന് മർദ്ദനം.
അപ്പം അങ്ങനെയുള്ള കാര്യമാണ്. ചിന്നമ്മയുടെ എഴുതപ്പെടേണ്ട ജീവചരിത്രം IB സതീഷ്. പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിൽ പുതുതായി പണിയെടുപ്പിച്ച തങ്കമ്മ മെമ്മോറിയൽ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം IB സതീഷ് MLA നിർവഹിക്കുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ വാർത്തകൾ. ഒരു കൗതുക വാർത്ത ഞാൻ കണ്ടു, പെട്ടെന്ന് എൻ്റെ കണ്ണിൽ തടഞ്ഞു. കായലിന് മുകളിൽ തീ, ആശങ്കയായി കൗതുകം. നേമത്ത് കായലിന് മുകളിൽ തീ പടർന്നത് ആശങ്കയും കൗതുകവുമായി. ഇന്നലെ ഉച്ചയോടാണ് വെള്ളായണി കായലിൻ്റെ കാക്കാമൂല ഭാഗത്ത് പച്ച പുൽക്കാടിന് തീ പിടിച്ചത്. തീപ്പൊരികൾ ചിതറി വൻ പുകപടലത്തോട് വളരെ വേഗം തീ പടർന്നു നീങ്ങിയത് കാഴ്ചക്കാരിൽ ആശങ്ക പരത്തി. അടിഭാഗത്തുള്ള വെള്ളം നിറഞ്ഞ കായലിന് മുകളിൽ തീ പടർന്നത് കൗതുകത്തിന് വഴിവെച്ചു. അതുകൊള്ളാം. വെള്ളത്തിന് മുകളിൽ പടർന്നു കിടക്കുന്ന പായലുകൾ വളർന്ന പുൽച്ചെടികൾ വേനലിൽ കരിഞ്ഞുണങ്ങിയിരുന്നു. ഇതിനാണ് തീ പടർന്നത്. വിഴിഞ്ഞത്തു നിന്നുള്ള ഫയർഫോഴ്സും നേമം പോലീസും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ എടുത്തു. അടിഭാഗത്ത് വെള്ളമുള്ളതിനാൽ ഫയർഫോഴ്സിന് ഉൾപ്പെടെ തീ പടർന്നു പിടിച്ച ഭാഗത്തേക്ക് എത്തി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടു. നാട്ടുകാരും തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അതുകൊള്ളാം, നല്ല രസമായിരിക്കും കാഴ്ച. പക്ഷേ ആശങ്ക ഉണർത്തി ജനങ്ങളിൽ. അഭയമെങ്കിലും അപകടം കാട്. അപ്പം ആദിവാസി സമൂഹത്തിനൊക്കെ കാട് അഭയമാണ്. അവരുടെ ഉപജീവന മാർഗം തന്നെ കാട്ടിലാണ്. പക്ഷേ അപകടം നിറഞ്ഞതാണ് കാട്. കിട്ടുന്നത് തുച്ഛമായ വേതനമാണ് എന്നുള്ള കാര്യം ഒരു പ്രാദേശികം 2ാമത്തെ പേപ്പറിൽ നന്നായിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. കാട്ടാന ആക്രമണം മുൻപും ഉണ്ടായതും പാലോട് ബാബു എന്ന് പറയുന്ന വ്യക്തിനെ കാട്ടാന കൊന്നിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ബാബു മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കുമൂല വനമേഖലയിൽ പോലീസും വനംവകുപ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു. ഇടുക്കുമോ വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് പാലോടിൽ കാട്ടാന ഇറങ്ങി ഒരാളിനെ കൊന്നു എന്നുള്ളത് വലിയ ഇതായിട്ട് കാണേണ്ട കാര്യമാണ്. കാരണം വേറെ എവിടെയും കുറച്ച് കണ്ടുകൊണ്ടല്ല, ഇത് തലസ്ഥാനം കൂടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ തോട്ടപ്പള്ളി മണൽവാരനെതിരെ മന്ത്രി സജി ചെറിയാൻ. മൂവാറ്റുപുഴക്കാർക്ക് എന്താ ഓണാട്ടുകരയിൽ കാര്യം? ഇപ്പോൾ ഓണാട്ടുകരയിൽ കാര്യമില്ലെന്നാണ് പറയുന്നത്. മണൽ ഖനനത്തെക്കുറിച്ച് നിയമസഭയിൽ മൂവാറ്റുപുഴ MLA മാത്തു കുഴനാടൻ മന്ത്രി സജി ചെറിയാൻ അതിൻ്റെ മറുപടി. അപ്പം മാത്തു കുഴനാടൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. അപ്പം ജനപ്രതിനിധികളാകുമ്പോൾ ഏത് കാര്യങ്ങളും ചോദിക്കാമെന്നുള്ളത് നമ്മുടെ സജി ചെറിയാൻ സാറിനെ ഇനിയും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് പാതി വില തട്ടിപ്പിൽ ആകെ വിലഞ്ഞ് ജനം. അപ്പോൾ ജനങ്ങൾ പാതിവില തട്ടിപ്പ് കേസ്, അനന്തകൃഷ്ണൻ്റെ പാതിവില തട്ടിപ്പ് കേസ്, പകുതി വിലയ്ക്ക് സ്കൂട്ടറും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളും തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു ജനങ്ങളെ കബളിപ്പിച്ചു. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, തിരുവനന്തപുരം ജില്ലയിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ തിരുവനന്തപുരത്തും ഇയാൾ തട്ടിപ്പ് നടത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് വന്നിരിക്കുന്നത്. വർക്കല തട്ടിയത് 91 ലക്ഷം രൂപ. മംഗലപുരം 14 പേർക്കെതിരെ പരാതി കേസെടുത്തിട്ടില്ല. വിഴിഞ്ഞം തീരദേശത്ത് ആദ്യ കേസ് വന്നു കഴിഞ്ഞു. അതുപോലെ ബാലരാമപുരം പരാതികൾ ഉടൻ കേസെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു 3 കേസുകൾ. പാറശാലയിലെ 3.25 കോടി തട്ടിയെന്ന് പരാതി. നെടുമങ്ങാടും അതുപോലെ തന്നെ തട്ടിപ്പ് നടത്തു. 11.23 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ആര്യങ്കോട് വെള്ളറട ഭാഗത്ത് 34 പരാതികളാണ് ലഭിച്ചത്. 8 കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തട്ടിപ്പാണെന്ന് കരുതിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ്. ഏത് പഞ്ചായത്തിലാണ്? പോത്തൻകോട് ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിനിധികൾ പദ്ധതി വിശദീകരണമായി എത്തിയപ്പോൾ തട്ടിപ്പാണെന്ന് ആദ്യം കരുതിയില്ലെന്ന് പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് DR അനിൽകുമാർ പറഞ്ഞു. സായിഗ്രാം ചെയർമാൻ KN അനന്തകുമാർ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ചടങ്ങുകൾ ഉദ്ഘാടകരായി എത്തിയതോട് കൂടുതൽ വിശ്വാസം ഉണ്ടായി. അങ്ങനെ വിശ്വസിക്കരുത്. കാരണം ജനങ്ങളുടെ കാശ് പോകുന്ന വഴി നമ്മൾ അറിയത്തില്ല. അതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചു പോകും. മാറനല്ലൂരിൽ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. പാതി വിലയ്ക്ക് കാട്ടാക്കടയാണ്. പാതി വിലയ്ക്ക് ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മാറനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കി. അടുത്ത് നമ്മളത് കുറച്ചിട്ട് താഴോട്ട് വന്നുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ സമരം 3ാം ദിവസത്തിലേക്ക്. അപ്പോൾ ആശാ വർക്കർമാർക്കും വേതനം കൊടുക്കുന്നില്ല. അവരുടെ വേതനം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം 3ാം ദിവസമായി. നല്ല കാര്യമാണ്. സർക്കാരിന് എല്ലാത്തിനും കാശുണ്ട്. കാറ് വാങ്ങിക്കാൻ 100 കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ശമ്പളം കൊടുത്തിട്ടില്ല. അവർക്ക് കുടിശ്ശിക കിടക്കുകയാണ്. ഒരു 3 ദിവസമായിട്ട് പട്ടിണി കിടക്കുന്നവരാകും പോലും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ റോഡിൽ. ഓക്കെ, കാറിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ. ഒരു വയോധികനാണ്, 61 വയസ്സുള്ള പുരുഷോത്തമനെയാണ് കാറിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. ഇനി സാമ്പത്തിക ബാധയോ അതോ കുടുംബക്കാരെ നോക്കാതുള്ള അവസ്ഥയാണോ കുടുംബ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി.
തീയിട്ടതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. നമ്മളിനി അടുത്ത ബിസിനസ് പേജിലേക്ക് വരുവാണ്. ട്രംപ് ആഘാതം തുടരുന്നു, രൂപയ്ക്ക് 6 രൂപയുടെ മുൻകരുതൽ. അപ്പം ഇന്നലെയൊക്കെയാണ് ഓഹരി വിപണിയിൽ വൻ തകർച്ചയായിരുന്നു. പക്ഷേ സ്വർണത്തിൻ്റെ വില വളരെയധികം കൂടി. സ്വർണ്ണവില പവൻ എത്രയാണ്? തൻ്റെ സ്വർണ്ണവില പവന് 64,080 രൂപയായി. പവന് 64,080 രൂപ. ഗ്രാമിന് 8,010 രൂപയാണ് സ്വർണത്തിൻ്റെ വില. അപ്പോൾ ഇന്നലെ ഒക്കെ ഓഹരി വിപണിയിലൊക്കെ ഇന്നലെ മുതലൊക്കെ ഭയങ്കര തകർച്ചയാണ്. അപ്പോൾ നമ്മുടെ രൂപയുടെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. മാക്സിമം കുറയാതിരിക്കാൻ വേണ്ടി RBI കരുതൽ എടുക്കുന്നുണ്ട്. 2 കേരള സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോള അംഗീകാരം. അദാനിക്കെതിരെ കേസെടുത്ത നിയമം തടഞ്ഞ ട്രംപ്. നിയമത്തിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കും. അപ്പോൾ അദാനിക്കും അമേരിക്കയിൽ അദാനിക്കെതിരെ കേസെടുത്ത കേസൊക്കെ നിർത്തിവെക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. അത് കൊള്ളാം. ജോ ബൈഡൻ ഭരണകൂടം അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണത്തിന് ഉപയോഗിച്ച ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് FCPA 1977 നിയമം നിലവിൽ വന്നത്. നിയമത്തിനാണ് വിലക്ക്. FCPAയുടെ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും വിലയിരുത്തി 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ US അറ്റോർണി ജനറൽ പാം ബോണ്ടിക്ക് ട്രംപ് നിർദ്ദേശം നൽകി. അദാനിക്ക് എന്തായാലും ആശ്വസിക്കാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തായി IMRF. അങ്ങനെയൊക്കെയുള്ള പിന്നെ നിപ്പോൺ മോട്ടോഴ്സിൻ്റെ അവരുടെ വണ്ടിയുടെ കാര്യങ്ങൾ വാണിജ്യം പേജിൽ കുറച്ച് കൊമേഴ്സ്യൽ പേജ് ഉണ്ട്. അതിനകത്ത് വാണിജ്യം കാര്യങ്ങൾ 1,50,000 വാഹന വിൽപ്പന നിപ്പോൺ മോട്ടോഴ്സ് നേടും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് കണ്ട ഒരു വാർത്തയിലേക്ക് ഞാൻ കണ്ണോടിക്കാം. JEE മെയിൻ ബ്രില്യൻസിന് മികച്ച നേട്ടം. അക്ഷയ് ബിജു ബ്രില്യൻസിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 99.9 സ്കോറിന് മുകളിൽ 16 വിദ്യാർത്ഥികളുണ്ട്. നമ്മളെ വിദ്യാർത്ഥികളൊക്കെ നല്ല മിടുക്കരാണ്, നന്നായിട്ട് പഠിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വർത്തമാന പേജിലേക്ക് വന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ വക്കീലായതുകൊണ്ട് അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു ന്യൂസ് കാണാതെ പോകാൻ പാടില്ല. സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യത. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കാരണം സ്വകാര്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിയെ ഒരുപാട് വരുമ്പോൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ പോലെ ഒരു പണയം വെക്കാൻ പോയാൽ തന്നെ ഒരു സ്വർണം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളൊരു പണയം വെക്കാനായിട്ട് ഫിനാൻസിൽ പോകുന്നത്. അപ്പം നമ്മളുടെ ആധാർ കാർഡ് കൊടുക്കുന്ന മാത്രമല്ലാതെ അവർ കൈയും കൂടി നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് കൂടി ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പ്രൈവസിക്ക് വളരെ എതിരാണ്. ആരും ഇത് പ്രതികരിക്കാത്തതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കുക. നമ്മുടെ പ്രൈവസി കോടിക്കണക്കിന് രൂപയ്ക്കാണ് ചൈനക്കാരും അവരവരും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നത്. ഇതാണ് സൈബർ യുഗം. സൈബർ യുഗത്തിൽ നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നിയമപരമായിട്ടുള്ള അവകാശമാണ്, ബാധ്യതയാണ്. അതാണ് നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത പേജിലേക്ക് നമ്മൾ ജോലിയുടെ കാര്യം ക്ലാസിഫൈഡ് കോളംസ് ആണ്. പിന്നെ അതിൻ്റെ അടുത്ത അവസരങ്ങളാണ്. അപ്പോൾ അവസരങ്ങൾ വേണ്ട കുട്ടികൾ ഇപ്പോൾ നോക്കുക. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ 1104 അപ്രൻറ്റീസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് വിശദ വിവരങ്ങൾ www.rrcnr.org പോയിട്ട് നോക്കുക. അവിടെ നിങ്ങളുടെ യോഗ്യത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കായിക താരങ്ങൾക്കുള്ള ഒഴിവുകളൊക്കെ അവിടെയുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ നോക്കുക. www.ner.indianrailways.government.in അടിച്ചാലും മതി. www.ner.indianrailways.government.in gov.in. നേവിയിൽ 270 ഓഫീസർമാരെ നോക്കുന്നുണ്ട്. അതും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങൾക്ക് പ്രായനിബന്ധനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അതും ചെക്ക് ചെയ്യാം. www.joinindiannavy.gov.in www.joinindiannavy.gov.in. സിഡാക്കിൽ 605 പ്രൊജക്ട് സ്റ്റാഫുകൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ജോലി പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ, ജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാം അയക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കാഴ്ചപ്പാട് പേജാണ്. കാഴ്ചപ്പാടിൽ അത് 8ാമത്തെ പേജും 9ാമത്തെ പേജും കാട്ടാൻ ആക്രമണത്തിനെക്കുറിച്ച്, വന്യജീവി ആക്രമണത്തിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദിവാസി പിന്നെ ഇത് പാതിവിലയുടെയാണ്. പാതിവില ആയിരങ്ങളുടെ ആദിവില. കാരണം പാതിവില തട്ടിപ്പിൽ ആദിവാസികളൊക്കെ തട്ടിപ്പിനെതിരായി ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണല്ലോ. പകുതി വിലയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും എല്ലാം വാങ്ങിക്കാൻ ആൾക്കാർ ചെല്ലും. അപ്പോൾ മാക്സിമം ഇപ്പോൾ നമുക്ക് വില കുറച്ച് തരാമെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിന് ബദൽ വേറെ അടുത്തത് വരുന്നു വോളണ്ടിയർ ഗ്രാം എന്ന് പറയുന്ന സംഭവം ഇൻസ്റ്റാഗ്രാമിന് ബദലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ന്യൂസ് ഇട്ടേക്കുന്നത്.
പിന്നെ ബജറ്റിൻ്റെ കാര്യങ്ങളാണ്. ബജറ്റിൻ്റെ കുറച്ച് ട്രോൾസൊക്കെയാണ്. ബജറ്റ് വക കളിപ്പാട്ടങ്ങൾ എന്നുള്ള രീതിയിൽ ബജറ്റിൻ്റെ കുറച്ച് ട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നീട് നമ്മുടെ 9ാമത്തെ നേർക്കാഴ്ച പേജാണ്. നേർക്കാഴ്ച പേജിൽ വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനയിൽ പരിക്കേറ്റ വന്യമൃഗത്തിൽ ജീവനെടുത്തവരാണ്. വന്യമൃഗങ്ങളെ ജീവനെടുത്തവരെ 2025 ജനുവരി 1 മുതൽ ഇന്നലെ വരെ 8 മരണമാണ് വനംവകുപ്പിൻ്റെ കണക്കിൽ. പക്ഷേ കിഫ കർഷക സംഘടനയായ കിഫയുടെ കണക്കനുസരിച്ച് 10 മരണമാണ്. ഓക്കെ, പരിക്കേറ്റവർ വനംവകുപ്പിൻ്റെ കണക്കിൽ 2 പേരാണ്. കിഫയുടെ കണക്കിൽ അത് 27 പേരാണ്. 58 ദിവസത്തിലേക്ക് കേരളത്തിൽ കാട്ടാന കൊലപ്പെടുത്തിയവരുടെ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ എല്ലാം ഒരു കുറേ ആൾക്കാർ 8 പേരുടെയും ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. 7 പേരുടെ. വന്യജീവി ആക്രമണ നടപടികളെ വനം വകുപ്പ് വിസ്റ്റ ക്ലിയറൻസ് വ്യാപിച്ചേക്കും. എന്തിനാണ് വിസ്റ്റ ക്ലിയറൻസ്? വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും നാടും ചേർന്ന ഭാഗത്തെ വൃക്ഷങ്ങളെ വെട്ടി വീണ്ടും നശിപ്പിക്കുക, വെട്ടിത്തെളിച്ച് സംരക്ഷിക്കുക. വെട്ടിത്തെളിച്ച് സംരക്ഷിക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് കാടിനകത്ത് മരം വെട്ടും, തടി വെട്ടും, അതേപോലെ കള്ളത്തടി വെട്ടും, അതുപോലെ തന്നെ കഞ്ചാവ് കൃഷിയും പിന്നെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ളവരെ കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക. അപ്പോൾ തന്നെ നമ്മുടെ കാടിലെ വന്യജീവികൾ അവിടെ തന്നെ ജീവിക്കും. അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് അവർ പുറത്തേക്ക് ചാടുന്നത്. കാരണം അവർക്ക് ഒന്നിൽ തീറ്റ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. കാട്ടിനുള്ളിൽ തന്നെ കാടില്ലെങ്കിൽ അവർ എവിടെയാണ് ജീവിക്കുക? അപ്പോൾ അതൊക്കെ ആദ്യം പോയിട്ട് വനം വകുപ്പ് ശ്രദ്ധിക്കാം. കാടും വീടും നാടും കൂടി ചേർന്നുള്ള ഭാഗത്തെ ക്ലിയറൻസ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഫെൻസിങ് ഏർപ്പെടുത്തുക മാക്സിമം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. വന്യജീവി ആക്രമണം ബജറ്റിലെ തുക അനുവദിക്കുന്നില്ല. വനം വകുപ്പ് ആവശ്യപ്പെടുന്ന ഇരട്ടിയോളം തുക ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിൽ അത് മുഴുവൻ നൽകില്ല. അപ്പോൾ ബജറ്റിൽ വെറുതെ പ്രഖ്യാപിക്കുന്നതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബജറ്റിലെ തുകയൊന്നും അവരനുവദിക്കത്തില്ല. എന്താവുമെന്നറിയാം. വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങാൻ കാരണം കാട്ടിലെ ചൂട്. വനം വകുപ്പ് പറയണം. അപ്പോൾ കാട്ടിൽ എങ്ങനെയാണ് ഇത്രയും ചൂട് വരുന്നത്? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ടാണ് കാട്ടിൽ ചൂട് വരുന്നത്. മരങ്ങൾ എങ്ങനെയാണ്? കള്ളത്തടി വെട്ടുകാരെ ആദ്യം അവിടെ നിന്ന് ഇറക്കുക. അപ്പോൾ തന്നെ മൃഗങ്ങൾ കുറച്ച് അവിടെ തന്നെ താമസിക്കും. അപ്പോൾ വന്യമൃഗ ശല്യത്തെപ്പറ്റി 2 വർഷം പരാതിപ്പെട്ടെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. മന്ത്രി വാക്ക് പാഴ്വാക്ക്. സോഫിയയുടെ ജീവൻ പൊലിഞ്ഞു. അപ്പോൾ അവർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വനസൗഹൃദ സദസ്സിൽ പങ്കെടുക്കാനായി മന്ത്രി എത്തിയത് അവിടെ വെച്ച് തന്നെ അവർ പറഞ്ഞു ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ കാട്ടാന ശല്യവും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്, കാട്ടാനയും പുലി ഉൾപ്പെടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് സോഫിയയ്ക്ക് നേരത്തെ വീണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പുലിയെ കണ്ട് ഓടി വീണ് സോഫിയയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പുലി. അപ്പോൾ ഇതൊക്കെയാണ്. ജന്മനാ കേൾവിക്കുറവുള്ള മകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോലും ഇതൊക്കെ വെറും പാഴ്വാക്ക് ആയിപ്പോയി. അപ്പോൾ രാവിലെ എനിക്കും ഓഫീസിലൊക്കെ പോകാൻ നേരമാവുന്നു. അപ്പം ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് വായിക്കാം. ആർക്കെങ്കിലും പത്രം വായിക്കാൻ സമയം കിട്ടാത്തവർക്ക് ഓഫീസിലൊക്കെ പോയിരുന്നു ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞൊരു വലിയ നല്ല ഒരു വളരെ നമ്മൾ ആശങ്കയോട് കൂടി നോക്കേണ്ട ഒരു ന്യൂസാണ്. എങ്ങും എത്താതെ തെരുവുനായ വന്ധീകരണം. കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ നായയുടെ കടിയേറ്റവർ 3.16 ലക്ഷം പേരാണ്. ഇപ്പോൾ ഒരു മോൻ മരിച്ചു. അവൻ കടിയേറ്റ കാര്യം അവൻ ആരോടും അറിയിച്ചില്ല. 3 മാസം മുൻപാണ് അവന് തെരുവുനായ ആക്രമിച്ചത്. നഖം എന്തോ കൊണ്ടതാണ്. പക്ഷേ വിഷബാധയേറ്റു. വിഷബാധ 5 വർഷത്തിനിടെ മരിച്ചവർ 94 പേരാണ് മരിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ആലോചിക്കണം, വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനാണ് നമുക്കിവിടെ ഉള്ളത്. വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ ഒന്നും അത്ര നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്ന് പറഞ്ഞാൽ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് നമ്മുടെ നാഡീവ്യൂഹത്തെ ആയാലും നമ്മളുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കാതിരിക്കാനാണ് വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകൾ നമ്മൾ എടുക്കുന്നത്. പക്ഷെ വിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കടിയേറ്റ് ചികിത്സ നേടിയത് തിരുവനന്തപുരത്താണ്. 3.16 ലക്ഷം പേരാണ് തിരുവനന്തപുരത്ത് കടിയേറ്റത്. വയനാട്ടിലാണ് ഏറ്റവും കുറവ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ. പിന്നെ കൊക്കൈൻ കേസ് നടൻ ഷെയ്ൻ ടോം ചാക്കോയെ കോടതി വിട്ടയച്ചു. അപ്പം കൊക്കൈൻ കേസിൽ പ്രതിയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നിയമ നടപടികൾ വന്ന വീഴ്ച? അപ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന് തോന്നുന്നത്. പിന്നെ ഡോക്ടർ സിസ തോമസിൻ്റെ പെൻഷൻ തുക തടഞ്ഞു വെച്ച ഉത്തരവ് ഇതിനെതിരെ അപ്പോൾ പെൻഷൻ തുക നൽകാനായിട്ട് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. പാതി വില തട്ടിപ്പ് സംഭാവന അന്വേഷിക്കേണ്ടെന്ന് നിർദ്ദേശം. പ്രവർത്തനം
നിയമപരമെന്ന് അനന്തു. വഞ്ചനയെന്ന് പ്രോസിക്യൂഷൻ. ഇപ്പോൾ ലാലി വിൻസെൻ്റ് ആണ്, അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ആണ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ആണ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായിട്ട് പോയത്. അപ്പം അങ്ങനെയുള്ള ന്യൂസുകളാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയുടെ നോട്ടീസ്, വോട്ടിംഗ് യന്ത്രത്തിലെ വിവരങ്ങൾ മായ്ക്കരുത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഭരണഘടനാ പകർപ്പുകൾ ചിത്രങ്ങൾ ഒഴിവാക്കൽ നടപടി, മന്ത്രി നന്ദ. ഡോക്ടർ ജോർജ് ജേക്കബ് അന്തരിച്ചു. പ്രമുഖ ഹൃദയ ചികിത്സാ വിദഗ്ധനും കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം സ്ഥാപക മേധാവുമായ ആരാണ്? ഡോക്ടർ ജോർജ് ജേക്കബ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് 94 വയസ്സായിരുന്നു. ഇനി അടുത്ത വർത്തമാന പേജിൽ ഇംഫാലിൽ സംഘർഷഭീതി കൂടുതൽ, സേനരംഗത്ത്. ഇംഫാലിൽ മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെച്ചു മണിപ്പൂരിൽ, എന്നിട്ട് പോലും അവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ല. പിന്നെ ജസ്റ്റിസ് സോഫി തോമസ് ഇന്ന് യാത്രയപ്പ്. ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സോഫി തോമസ് ഇന്ന് റിട്ടയർഡ് ആവുകയാണ്. അവർക്ക് യാത്രയപ്പ്. അപകടം കുറയ്ക്കാൻ ഡ്രൈവർമാർക്ക് പരിശീലനം, താല്പര്യം കാട്ടാതെ കേരളം. 17 കോടി കേന്ദ്ര സഹായം പാഴാകും. കേന്ദ്ര സർക്കാർ റോഡപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് 17 കോടി രൂപ ഓരോ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ഇതൊക്കെ ചിലവാക്കി എന്ന് കാണിക്കാതെ വീണ്ടും കാശ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു വാർത്തയും കണ്ടു. വയൽ നികത്തി വീട്, ഭൂമി തരം മാറ്റിയ രേഖ ആവശ്യപ്പെടരുത്. നമ്മളിപ്പം വീട് വെക്കാനായിട്ട് നമ്മളൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ കോർപ്പറേഷനിലോ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ ഭൂമി നികത്തി വീട് വയ്ക്കാൻ അപേക്ഷിക്കുമ്പോൾ ഭൂമി തരം മാറ്റുന്നതിൻ്റെ രേഖകൾ ഇനി ആവശ്യപ്പെടാൻ പാടില്ല. ഗ്രാമങ്ങളിൽ 10 സെൻറ്റും നഗരങ്ങളിൽ 5 സെൻറ്റും നമുക്ക് നികത്തി വീട് വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ ലോട്ടറി സേവന നികുതി ചുമത്താൻ കേന്ദ്രത്തിന് അധികാരമില്ല. കേരള സർക്കാർ ഇപ്പോൾ ലോട്ടറിയും മദ്യം കൊണ്ടല്ലേ ജീവിക്കണം തന്നെ. കൈകോർത്ത ലഹരി വിരുദ്ധ സഭ, അങ്ങനെ കുറച്ചേ ന്യൂസുകൾ. പിന്നെ ലൈഫി എന്ന് പറയുന്നത് കുറച്ച് നമ്മളുടെ ഓൺലൈൻ കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ പ്രത്യേകിച്ചും ഇതിനകത്തൊന്നുമില്ല. UGC കേരളത്തിൽ ജേണലുകൾക്ക് സർവകലാശാലകൾക്ക് തീരുമാനിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജെഇ മെയിൻ ആദ്യ സെഷനിൽ പരീക്ഷ എഴുതി 12,58,136 പേരാണ്. പിന്നെ നമ്മുടെ സ്പോർട്സാണ്. സ്പോർട്സിനെ കുറിച്ച് രഞ്ജി ട്രോഫി നടക്കുകയാണ്. സെമി ദൂരം 299 രഞ്ജി ട്രോഫിനെ കുറിച്ചാണ്. പിന്നെ ക്രിസ് ഗെയിലിൻ്റെ ഒരു ഇത്, ബോസ് അന്നും ഇന്നും മാസ്. അപ്പം ഇങ്ങനെ കോഹ്ലി വീണ്ടും കളിക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളാണ്. ജോളി എന്ന് പറയുന്ന നമ്മുടെ കയർ ബോർഡ് ഉദ്യോഗസ്ഥൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെ മേലുദ്യോഗസ്ഥന്മാർ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആരോപിക്കുന്നത്. ആ പീഡനം എനിക്ക് പേടിയാണ്, എഴുതി പൂർത്തിയാക്കാതെ മരണം. അവർ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചെയർമാനോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമില്ല, പരസ്യമായി മാപ്പ് പറയണമെന്ന നിർദ്ദേശത്തിന് നിലവിലെ സെക്രട്ടറിക്ക് നൽകാനായി ജോളി എഴുതി പാതിയിൽ തയ്യാറാക്കിയ കത്ത് നിർത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ജോളിയുടെ മരണം MSME മന്ത്രാലയം അന്വേഷണത്തിന്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ MSME ചെറുകിട വ്യവസായങ്ങൾക്കുള്ളതാണ് MSME. ഇപ്പോൾ മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് MSMEയിൽ ഓൺടർപ്രണേഴ്സിനുള്ളതാണ്. അപ്പോൾ കയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ പീഡിപ്പിക്കപ്പെട്ട് മരണത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവരുടെ സഹോദരൻ ആരോപിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു കാര്യങ്ങളാണ്, ആ വാർത്തയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊല CBI കത്തിടപാട് പുറത്തുവിടാനാകില്ല എന്ന് സംസ്ഥാന പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പം പെരിയ ഇരട്ടക്കൊല നമുക്കറിയാം. പെരിയ ഇരട്ടക്കൊല കേസിൽ ഇപ്പോൾ പ്രതികളൊക്കെ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് ശിക്ഷാവിധി സ്റ്റേ ചെയ്തിട്ട് അവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം അത് കേസ് അന്വേഷണം ബന്ധപ്പെട്ട CBIയും സംസ്ഥാന പോലീസും നടത്തിയ കത്തിടപാടുകളുടെ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല, വിവരാവകാശ പ്രകാരവും പുറത്തുവിടാനാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് അജണ്ടകൾ ഉണ്ടാവാം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആകാതിരിക്കട്ടെ. ഇത് കുട്ടികളുടെ പ്രകാശ പാഠങ്ങൾ പഠിപ്പുരയൊക്കെയാണ്.
നിയമസഭയിൽ അടിയന്തര പ്രമേയം. ആരാണ് അടിയന്തര പ്രമേയം പ്രഖ്യാപിച്ചത്? പി.സി. വിഷ്ണുനാഥാണ്. മക്കൾ ലഹരിയുടെ പിടിയിൽ ഭയന്ന കേരളത്തിലെ അമ്മമാർ. വിഷ്ണുനാഥ് പറയുകയാണ്. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണം കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. ഷീല സണ്ണി കേസ് പ്രതികൾക്ക് ജാമ്യമില്ല. ചൂട് 2 മണി മുതൽ 3 മണി വരെ വെയിലിൽ ജോലി പാടില്ല. ചൂടാണ്, സംസ്ഥാനത്ത് ഭയങ്കരമായ ചൂട് കൂടുവാണ്. 2 മണി മുതൽ 3 മണി വരെ സൂര്യാഘാതമേൽക്കാനായിട്ട് സാധ്യതയുണ്ടായതുകൊണ്ട് 2 മണി മുതൽ 3 മണി വരെ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കുക എല്ലാവരും. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അപ്പോൾ ഓക്കെ, എനിക്കും ഓഫീസിൽ പോകാൻ നേരമായി ഗൈസ്. അപ്പം ഇന്നത്തെ ഒരു രാവിലെ, എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ തന്നെ ന്യൂസുകൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കേൾക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു.